നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രമാണം അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിലെ വലിയ എഴുത്തുകാരനായിരുന്ന ബെഞ്ചമിൻ ഡിസ്രായേലി പറയുന്നത് പോലെ അത് മറ്റൊന്നുമല്ല, സ്നേഹമാണ്. സ്നേഹം ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. എല്ലാവരും കാക്ഷിക്കുന്നത് സ്നേഹവും അംഗീകാരവുമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വി ആർ ബോൺ ഫോർ ലവ് എന്ന് പറയാം. വി ആർ ബോൺ ഫോർ ലവ് ആൻഡ് റെക്കഗ്നിഷൻ. ഈ സ്നേഹം സാർവത്രികമാണ്. എല്ലായിടത്തും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സ്നേഹം പലതരമുണ്ട്. മാതാപിതാക്കന്മാരുടെ സ്നേഹമുണ്ട്, കുട്ടികളുടെ സ്നേഹമുണ്ട്, ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹമുണ്ട്, കമിതാക്കളുടെ സ്നേഹമുണ്ട്. ഇങ്ങനെ സ്നേഹം പലതരത്തിലുണ്ട്. ചുരുക്കത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു പ്രമാണം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ലോകത്തിലെ ധാരാളം സ്ഥാപനങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ത്യയിലേക്ക് വരുമ്പോൾ താജ്മഹൽ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിന് വേണ്ടി പണിത സ്നേഹ കെട്ടിടമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് താജ്മഹൽ എന്ന് പറയാം. അതുപോലെ സിനിമയിൽ നമുക്ക് ഈ പ്രമേയം കാണാം. ചെമ്മീൻ എന്ന് പറയുന്ന അനശ്വരമായ സിനിമ, അതിലെ ഒരു പ്രമേയം എന്ന് പറയുന്നത് സ്നേഹമാണ്. ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ, അതിലും നമ്മൾ കാണുന്നു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു പ്രമാണം അല്ലെങ്കിൽ മൂല്യത്തെപ്പറ്റി നമ്മൾ കാണുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയും അദ്ദേഹത്തിൻ്റെ പത്നി ജാക്വലിൻ കെന്നഡിയും ദേ വർ ഇൻ ലവ്. അവരെ ലോകം മുഴുവനും ജനങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ആരാധിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിലെ 1960-കളിലെ ജോൺ എഫ് കെന്നഡിയുടെ ഹെയർ സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് പാറ്റേൺ, അതുപോലെ തന്നെ ജാക്വലിൻ കെന്നഡിയുടെ ഡ്രസ്സിങ് പാറ്റേൺ ലോകത്തിലുള്ള എല്ലാ യുവതികളും അനുകരിച്ചിരുന്നു എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്നേഹം സാർവത്രികമാണ്. സ്നേഹം സർവോത്കൃഷ്ടമാണ്. സ്നേഹം ദയ, കാരുണ്യം, ക്ഷമ, നിസ്വാർത്ഥത, ഇങ്ങനെയുള്ള എല്ലാ നല്ല മൂല്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാന പ്രമാണം സ്നേഹം തന്നെയാണ്. ലോകത്തിലെ മഹാഗുരുക്കന്മാരെല്ലാം പഠിപ്പിച്ചത് സ്നേഹമാണ്. യേശുവിനെ നമ്മൾ വിളിക്കുന്ന സ്നേഹരാജാവെന്നാണ്. യേശു പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അതുപോലെ ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറണം എന്നാണ് ശ്രീനാരായണ ഗുരു ഓർമ്മിപ്പിച്ചത്. ശ്രീബുദ്ധനാണെങ്കിലും ജൈന മഹർഷിയാണെങ്കിലും ഇവരെല്ലാവരും പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാവരോടും സ്നേഹവും അനുകമ്പയും ഉള്ളവരായിരിക്കണം നമ്മൾ എന്നാണ് ഈ മഹാഗുരുക്കന്മാരൊക്കെ പറഞ്ഞത്. ലവ് ദൈ നെയ്ബർ എന്ന് പറയുന്ന പ്രമാണം അത് പക്ഷേ എങ്ങനെ നടപ്പിലാക്കും? ലവ് ദൈ നെയ്ബർ എന്ന് പറയുന്ന പ്രമാണം എങ്ങനെ നടപ്പിലാക്കും എന്ന് ആലോചിക്കുമ്പോഴേ E.M. ഫോസ്റ്റർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു, ലവ് ദൈ നെയ്ബർ എന്ന് പറയുന്ന പ്രമാണം നടപ്പിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്ലീസ് ടോളറേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കുക, മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ നമ്മൾ നോക്കിക്കാണണം, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ സഹിഷ്ണുതയോടെ കാണണം, മൗലികവാദങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് E.M. ഫോസ്റ്റർ പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന പ്രമാണം നടപ്പിലാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മദർ തെരേസ പറയുന്നു, നിങ്ങളെ മറ്റുള്ളവരെ വിധിക്കരുത്. മറ്റുള്ളവരെ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുകയില്ല, ആരെയും സ്നേഹിക്കാൻ പറ്റുകയില്ല എന്നാണ് മദർ തെരേസ പറയുന്നത്. അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പറയുന്നു, നിങ്ങളെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യണം. മാനവ സേവ എന്ന് പറയുന്നത് മാധവ സേവ തന്നെയാണ്. മറ്റുള്ളവരെ നിങ്ങളെ അവർക്ക് സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തെ സേവിക്കുകയാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ലവ് ദൈ നെയ്ബർ എന്ന് പറയുന്ന പ്രമാണം നടപ്പിലാക്കാനുള്ള മാർഗം ഇതൊക്കെയാണ്. ഇനി നമുക്ക് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗമെന്ന് തന്നെയാണ് അർത്ഥം. സ്നേഹം എവിടെയുണ്ടോ അവിടെ ത്യാഗമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എന്തെല്ലാം ത്യാഗം അനുഭവിക്കുന്നു. അതുപോലെ വലിയ വലിയ ആളുകളെ പറ്റി പറയുമ്പോൾ ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരായ ജനങ്ങളോട് താതാത്മ്യം പ്രാപിക്കുകയും
അവരെ പോലെ ആയിത്തീരുകയും എനിക്ക് ധോത്തി മാത്രം മതി, എനിക്ക് ഷർട്ട് വേണ്ട, ഞാൻ ഷർട്ട് ഇടുന്നില്ല, ഭാരതത്തിലെ ദരിദ്ര നാരായണന്മാരെ ആളുകളെ എന്ന് എല്ലാവർക്കും ഡ്രസ്സ് ഉണ്ടാകുന്നുവോ അന്ന് എനിക്കും മതി എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. മദർ തെരേസ അമ്മ പാവങ്ങൾക്കായി തൻ്റെ ജീവിതം മുഴുവനെ ഒഴിഞ്ഞു വെച്ചു, ത്യാഗം അനുഭവിച്ചു എന്നുള്ളതാണ്. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം 27 വർഷക്കാലം ജയിലിൽ കിടന്നു. 27 വർഷക്കാലം സൂര്യനെ കാണാതെ ജയിലിൽ കഴിഞ്ഞ ആളാണ് നെൽസൺ മണ്ടേല. ഗ്രീസിലെ വലിയ ഫിലോസഫറായിരുന്ന സോക്രട്ടീസ്, അദ്ദേഹം വിഷം കൊടുത്ത് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു. ഹെംലക് പോയിസൺ കഴിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ എം ഹാപ്പി, എനിക്ക് മരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ, കാരണം ഞാൻ എൻ്റെ ആത്മാവിനെ രക്ഷിച്ചു. ഭൗതിക സുഖങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല, ഭൗതികമായ സുഖങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. എൻ്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു ജനതയ്ക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ത്യാഗം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ മറ്റൊരു കാര്യം, സ്നേഹത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ശാന്തി, സമാധാനം എന്ന് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിലേ സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. മനസംഘർഷമില്ലാതെ, ആത്മസംഘർഷമില്ലാതെ ജീവിക്കണമെങ്കിലേ നമ്മൾ ഈ പ്രമാണം, നമ്മുടെ നിലനിൽപ്പിൻ്റേതായ ഈ പ്രമാണം നമ്മൾ കൊണ്ടു നടന്നെങ്കിലേ പറ്റൂ. ശാന്തമായി ജീവിക്കുക എന്ന് പറയുന്നതാണല്ലോ, സമാധാനപരമായി ജീവിക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുന്നത് സംഗീതത്തേക്കാൾ മധുരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം നമുക്ക് സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും കൊള്ളാം, എന്തെല്ലാം സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും കൊള്ളാം, എന്തെല്ലാം സമ്പത്തുണ്ടെങ്കിലും കൊള്ളാം, നമുക്ക് സമാധാനം എന്ന് പറയുന്നതാണ് ഏറ്റവും അത്യാവശ്യം. എന്നാൽ ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാഴ്ച സ്നേഹം വറ്റി വരണ്ടു പോകുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്തെ ഹാർവാർഡ് ബിസിനസ് റിവ്യൂ എന്ന് പറയുന്ന പത്രമാസിക ചർച്ച ചെയ്ത, അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം സൗഹൃദം, സ്നേഹം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ 80 വർഷത്തെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് അവർ പഠിച്ചതിന് ശേഷം അവർ പറയുന്നു, ഇന്ന് ആളുകൾ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നു. പ്രൈവസിയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒറ്റയ്ക്ക് തൻ്റെ ഫോണുമായി ഇരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. റെസ്റ്റോറൻറ്റുകളിൽ ആളുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വരുന്നത്. എന്താണ് ഇതിന് കാരണം? എല്ലാവരും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, സൗഹൃദം ഇഷ്ടപ്പെടുന്നില്ല, ആത്മമിത്രങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നാണ് എല്ലാവരും. പരസ്പരം മിണ്ടിയും പറഞ്ഞിരിക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. നമ്മുടെ ഇന്ത്യയിലായാലും അടുത്ത കാലത്ത് സുപ്രീം കോടതി വിധി പറയുകയുണ്ടായി, റൈറ്റ് ടു പ്രൈവസിക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശമാണെന്ന് നമ്മുടെ സുപ്രീം കോടതിയും പറയുകയുണ്ടായി. ഇപ്പോൾ എല്ലാവരും അവരുടെ ഫോണിലാണ്. നമ്മളെ ആഗോളവൽക്കരണം എന്താണ് പഠിപ്പിക്കുന്നത്? മത്സരിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കണം. അതുകൊണ്ട് എല്ലാവരും സമ്പത്തിൻ്റെ പുറകെയാണ്, യശസ്സിൻ്റെ പുറകെയാണ്, മഹത്വത്തിൻ്റെ പുറകെയാണ് എന്നുള്ളതാണ് പൊതുവിൽ പറയേണ്ടത്. എന്നാൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം. ഒന്ന്, സമ്പത്തിൻ്റെ പെരുക്കമാണ്. കൂടുതൽ പണം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരവസ്ഥ. എല്ലാവരും പണം സമ്പാദനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി കൊണ്ടു നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ വരവാണ്. ടെക്നോളജി വളരും തോറും ഹ്യൂമൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ടെക്നോളജി വളരും തോറും മാനുഷികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് നമ്മൾ മടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണെന്ന് തോന്നുന്നു സ്നേഹം വറ്റി വരണ്ടു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ രാഷ്ട്ര തന്ത്രജ്ഞന്മാരെ ആളുകൾ, ഞാൻ പറഞ്ഞത് ആത്മീയ രംഗത്ത് മാത്രമല്ല, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പോലും രാജ്യതന്ത്രജ്ഞന്മാരെ ആളുകളെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയവരാണ്. ഗാന്ധിജി, ഐൻസ്റ്റീൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ഏബ്രഹാം ലിങ്കൺ, ഇതുപോലെയുള്ള വലിയ വലിയ ആളുകളൊക്കെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വില മനസ്സിലാക്കിയവരാണ്. ഇവരൊക്കെ പറയുന്നത് മാനവ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ഭാവി ജീവിതം ആകണമെങ്കിൽ നമ്മളെ മൗലികവാദമൊക്കെ ഉപേക്ഷിച്ചിട്ട് പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും തയ്യാറാവണം എന്നാണ്. ഏബ്രഹാം ലിങ്കൺ തൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പലിന് എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പ്രിൻസിപ്പലിന് എഴുതി, എൻ്റെ മകനെ നിശബ്ദത കണ്ട് അതിൽ ആനന്ദിക്കുവാനായിട്ട് അവനെ പഠിപ്പിക്കണം, വിജയത്തിൽ ആഹ്ലാദിക്കാൻ അവനെ പഠിപ്പിക്കണം, തോൽവിയിലും അത് നേരിടുവാനായിട്ട് അവനെ പഠിപ്പിക്കണം, നിസ്വാർത്ഥമായി ജീവിക്കാൻ അവനെ പഠിപ്പിക്കണം, നിശബ്ദതയുടെ സന്തോഷം അവനെ പഠിപ്പിക്കണം.
ക്ഷമ എന്ന് പറയുന്നത് അവനെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ലിങ്കൺ ആ സ്കൂളിലെ പ്രിൻസിപ്പലിന് എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, സൗഹൃദം എന്ന് പറയുന്നത് ഒരു വലിയ മരുന്നാണ്. നമ്മൾ സാമ്പത്തിക മാന്യത്തെപ്പറ്റി പറയാറുണ്ട്. സാമ്പത്തിക മാന്യം പോലെ തന്നെയാണ് ഈ സൗഹൃദം മാന്യം ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മളേറ്റവും പ്രധാനപ്പെട്ട മൂല്യമായിട്ട് സ്നേഹത്തെ കാണുകയും മാനവ സംസ്കാരം മുന്നോട്ട് പോകണമെങ്കിൽ ഈ സ്നേഹം ഒരു ദിവ്യ ഔഷധമായി നമ്മളെ കൊണ്ടു നടക്കുകയും വേണം. നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് പോൾ പറയുന്നത്, സ്നേഹമില്ലെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്താലും കൊള്ളാം, ഞാൻ എത്ര നിസ്വാർത്ഥമായി പ്രവർത്തിച്ചാലും കൊള്ളാം, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ വിട്ടുകൊടുത്താലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമാണെന്ന് സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹം എന്ന് പറയുന്നത് വലിയ ഒരു മരുന്നാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ മൂല്യമാണ്. സ്നേഹം എന്ന് പറയുന്നത് സർവോത്കൃഷ്ടമാണ്. മറ്റെല്ലാ ക്വാളിറ്റീസിൻ്റെയും മറ്റെല്ലാ മൂല്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിനാൽ സ്നേഹം നമ്മൾ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്.